ബാലേന്ദ്രൻ ഇപ്പോ സ്റ്റാൻലി ജോസഫിനെ തേടി നടക്കുക. എൻ്റെ അടുത്ത് വന്ന് കൊട്ടാരമട്ടത്തിൽക്കാരുടെ അഡ്രസ്സ് വാങ്ങിച്ചോണ്ട് പോയി. ആണോ? അതെന്നതിനാ? ഷോ, നീ അത് കൊടുക്കണ്ടായിരുന്നല്ലോ. കൊടുക്കാതിരുന്ന അയാൾ വഴക്കുണ്ടാക്കും, അരുതാത്തതൊക്കെ വിളിച്ചു പറയും. അയാളിപ്പോ സ്റ്റാൻലിയെ കാണാൻ പോയിരിക്ക പുനലൂർക്ക്. സ്റ്റാൻലിയെ കണ്ടിട്ട് എന്നാത്തിനാ? അലീനയെ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ. അലീനെ എന്തിനാ അയാളുടെ കൈ? അയാളാണല്ലോ അവളുടെ അച്ഛൻ. വൈജീതറിഞ്ഞാൽ എന്തായിരിക്കും അവളുടെ പ്രതികരണം? അവളെങ്ങനെ അറിയാനാ? ബാലേന്ദ്രൻ തന്നെ പറഞ്ഞെന്ന് വരും. അയാള് പറഞ്ഞില്ലെന്ന് വെക്ക, അലീന പോകുന്ന സ്ഥലം ഏതെന്ന് അയാളുടെ മക്കൾ അറിയാതിരിക്കൂ. അവരിൽ നിന്ന് അവൾ അറിയാനുള്ള സാധ്യതയില്ലേ? അതും മൂടി വെച്ചെന്നിരിക്കട്ടെ. അലീനയെ എങ്ങോട്ടാണ് പറഞ്ഞയച്ചതെന്ന് വൈജ അന്വേഷിക്കാതിരിക്കൂ. അവൾ എങ്ങനെയാണല്ലോ അറിയും, ഉറപ്പാ. ഇനി എല്ലാ പഴുതും നമ്മൾ അടച്ചാലും ശരി, സ്റ്റാൻലി ഇത് രഹസ്യമാക്കി വെക്കൂ. അയാൾക്ക് പഴയ വൈരാഗ്യം ഉണ്ടെങ്കിലും അയാൾ കേസിനും വഴക്കിനും ഇറങ്ങി തിരിച്ചാ നമ്മൾക്കെല്ലാം അത് ദോഷമായിട്ട് വരും. ബാലേന്ദ്രൻ പോയി സ്റ്റാൻലിയെ കണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ കാണും. അങ്ങോട്ടാ പോയേക്കുന്നേ. അവൻ നിന്റെ വീട്ടിൽ വന്നായിരുന്നോ? ഇല്ല, എന്നോട് ഭയങ്കര കലിപ്പാണല്ലോ. നമ്മളെല്ലാവരും കൂടി അവനെ ചതിച്ചു എന്നും പറഞ്ഞ് ഹോട്ടലിൽ വന്ന് മുറിയെടുത്തിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തി. നീ എന്തിനാ അവൻ വിളിച്ചോർത്തോട്ട് പോയേ? പോകാതെ പറ്റൂ അമ്മേ. അവന്റെ കയ്യിലല്ലേ ആയുധം. അവൻ എന്നോട് സംസാരിക്കുന്ന ഭാഷ അമ്മ കേട്ടിട്ടില്ലല്ലോ. തൊലി ഉരിയും പച്ചയ്ക്ക്. ചീത്ത വിളിച്ചോ നിന്നെ അവൻ? ചീത്ത വിളിയെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. രണ്ട് തല്ലിയാലും വേണ്ടില്ല. അതിന്റെയൊക്കെ അപ്പുറത്തുള്ള ഭാഷയാവൻ പറയുന്നേ. അമ്മയോട് അതൊന്നും പറയാൻ കൊള്ളില്ല. നീ പോയി നിന്റെ പണി നോക്കടാന്ന് പറഞ്ഞാ അവൻ നിന്നെ എന്നാ ചെയ്യാനാ? എന്നെ ഒന്നും ചെയ്യാനില്ല. അവൻ നേരെ വന്ന് കുടുംബയോഗം വിളിച്ചു കൂട്ടി വിളംബരം ചെയ്യും. വൈജ ആരാണെന്നും അലീന ആരാണെന്നും. വൈജയും നമ്മളും അയാളെ എങ്ങനെയാണ് ചതിച്ചതെന്ന് കൊട്ടിഘോഷിക്കും. പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇതിന്റെ തലവരം ഒരു വഴിയില്ലേ? ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. വൈജ കടപ്പാട്ടൂരോട്ട് തിരിച്ചു പോവുക, അലീനയെ കടപ്പാട്ടൂർ തന്നെ പിടിച്ചു നിർത്തുക. അത് നടക്കില്ല മോനെ.